കേരള കർണാടക അതിർത്തി ഗ്രാമമായ വയനാട് പെരിക്കല്ലൂരിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിൽ. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് കർണാടക സ്വദേശിനിയാണ് പെരിക്കല്ലൂരിലെ 33 കവല 80 പ്രദേശവാസികൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തലമുറകളായി കൈവശം വെച്ച് വരുന്ന സർക്കാർ പട്ടയം അനുവദിച്ച ഭൂമിക്കാണ് കുടിയിറക്കു ഭീഷണി നേരിടുന്നത്. മൈസൂരു സ്വദേശിനിയായ MS പൂർണിമയാണ് വക്കീൽ മുഖേന നാട്ടുകാർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഭൂമി തങ്ങൾക്ക് കൈമാറുകയോ അല്ലെങ്കിൽ ഭൂമിയുടെ നിലവിലെ മതിപ്പ് വില ഒടുക്കണമെന്നുമാണ് നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. 50 വർഷത്തിന് മുകളിലായിട്ട് കൈവശം വെച്ചും പട്ടയം കിട്ടിയും മറ്റു തരത്തിലെ അവകാശങ്ങൾ നേടിയെടുത്തിരുന്ന ഭൂമി അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ അത് കൈയൊഴിയണമെന്നും അതിനല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് കർണാടകത്തിൽ നിന്നും ഒരു വ്യക്തിയുടെ നോട്ടീസ്, വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ്. ഇത് നിയമവിരുദ്ധമാണ്. സർക്കാരിൽ നിന്നും ന്യായമായ രീതിയിൽ അതിന് പട്ടയം സമ്പാദിച്ചിട്ടുള്ള അതിനുള്ള സർവ്വരേഖകളോടും കൂടിയുള്ള ഭൂമിയാണ്. അതിന് മറ്റുള്ളവർ അവകാശവാദം ഉന്നയിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് സമാധാനമായിട്ട് കുടുംബജീവിതങ്ങളൊക്കെ നയിക്കുവാനായിട്ടുള്ള അവസരം ഞങ്ങൾക്ക് നൽകണം. പൂർണിമയുടെ മുത്തച്ഛനായ സിദ്ധയ്യയ്ക്ക് വൈത്തിരി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2370/1959 നമ്പർ ആധാർ പ്രകാരം പുൽപ്പള്ളി വില്ലേജിലെ ബ്ലോക്ക് 1 82 ഏക്കർ ഭൂമി ജന്മാവകാശമായി കൈവശത്തിലുണ്ടായിരുന്നുവെന്നാണ് അവകാശവാദം. സിദ്ധയ്യ മരിച്ചതോടെ ഭൂമിയുടെ അവകാശികൾ പൂർണിമയും സഹോദരങ്ങളുമാണെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നു. ചിലർ ഈ സ്ഥലം കയ്യേറി താമസിക്കുകയും അനധികൃതമായി പട്ടയം സമ്പാദിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട്. തർക്കഭൂമിയുടെ നികുതി സ്വീകരിക്കുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കും പൂർണിമ അപേക്ഷ നൽകിയിട്ടുണ്ട്. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ പെരിക്കല്ലൂർ ടൗൺ വാർഡിൽ ഉൾപ്പെട്ട 170ഓളം പേർക്കാണ് ഇതിനോടകം വക്കീൽ നോട്ടീസ് ലഭിച്ചത്. കൂട്ടത്തോടെ കുടിയൊഴിയാനുള്ള വക്കീൽ നോട്ടീസ് ലഭിച്ചതോടെ പ്രദേശവാസികളെല്ലാം വലിയ ആശങ്കയിലാണ്. കേരള വിഷൻ ന്യൂസ്, വയനാട്.